ഒരു പ്രധാന രഹസ്യ വിവരം കൈമാറാനായി ബലിക്കൂട്ടുകാരുടെ ക്യാപ്റ്റൻ പോകുമ്പോഴായിരുന്നു അത്. അപ്രതീക്ഷിതമായി ഒരു കൂട്ടം രഹസ്യ ഏജന്റുമാർ നേരെ വന്നു. പക്ഷേ ക്യാപ്റ്റൻ ജിയാൻ ഷുവാങ് ഒരു തരത്തിലും ഭയപ്പെട്ടില്ല. അദ്ദേഹം വേഗത്തിൽ തൊപ്പിയുടെ അരികു താഴ്ത്തി. അവർക്ക് സമീപം കടന്നു പോകുന്നതിനിടെ അപ്രതീക്ഷിതമായി ഒരാൾ അദ്ദേഹത്തെ വിളിച്ചു നിർത്തി. അവസ്ഥ അപകടകരമാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഉടൻ ഓടിത്തുടങ്ങി. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഓട്ടം കണ്ട രഹസ്യ ഏജന്റുമാർ പിന്നാലെ പിന്തുടർന്നു. വെടിയുതിർത്ത് ആക്രമിച്ചു. വെടിവെപ്പിന്റെ ശബ്ദം സമീപത്തുണ്ടായിരുന്ന 3 ബലികൂട്ടുകാരുടെ ശ്രദ്ധയാകർഷിച്ചു. അവർക്ക് തോന്നി ഇത് ശത്രുക്കളുടെ മറ്റൊരു ദുഷ്പ്രവർത്തനമായിരിക്കണം. അവർ ഒരിക്കലും കൂട്ടുകാരനെ അങ്ങനെ വിടുകയില്ലെന്ന് ഉറപ്പിച്ചു. അവർ വെടിയുണ്ടയുടെ ശബ്ദം കേട്ട് ഓടിയെത്തുമ്പോൾ ക്യാപ്റ്റൻ തന്റെ പ്രദേശത്തെ പരിചയം ഉപയോഗിച്ച് വേഗത്തിൽ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് ചാടി പ്രത്യാക്രമണം ആരംഭിച്ചു. അദ്ദേഹം ശക്തമായി പോരാടി. ഒരേ സമയം രക്ഷപ്പെടാനുള്ള അവസരം തേടി. ശത്രുക്കൾ അനവധി പേരും നല്ല പരിശീലനം നേടിയവരുമാണെന്ന് അദ്ദേഹം നന്നായി അറിയുമായിരുന്നു. തിരിച്ചു പോകുന്നതിനിടെ ക്യാപ്റ്റൻ അപകടകരമായി തന്റെ കയ്യിൽ വെടിയേറ്റ് പരിക്കേറ്റു. പക്ഷേ അവൻ ധൈര്യത്തോടെ പ്രതികരിച്ചു. പരിക്ക് മൂടി പിന്നെയും മുന്നോട്ട് നീങ്ങി. രഹസ്യ ഏജന്റുമാർ അത്ര എളുപ്പത്തിൽ അവനെ വിടില്ലായിരുന്നു. അവർ പിന്നിൽ നിന്ന് നിരന്തരമായി പിന്തുടർന്നു. അവന്റെ ശരീരം ക്ഷീണിച്ചു വീഴുമ്പോഴേക്കും ആ 3 വെലികൂട്ടുകാർ സമയത്തെത്തി. അവർ വേഗത്തിൽ മറയൊരുക്കി ക്യാപ്റ്റനെ രക്ഷപ്പെടുത്തി. ഒടുവിൽ ശത്രുക്കളെ പിന്തള്ളി. അങ്ങനെ ക്യാപ്റ്റൻ അതീവ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു.